ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിറ്ററ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സുന്ദർ പിച്ചായുടെ ഓപ്പണിംഗ് ഗൂഗിൾ ആയ 2023 എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇത് ആക്ച്വലി സുന്ദർ പിച്ചായുടെ ഒരു സ്പീച്ചാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീച്ച് ജസ്റ്റ് കേൾക്കാൻ പറ്റുവാണെങ്കിൽ അല്ല, തീർച്ചയായിട്ടും ഒന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഒറിജിനൽ ഫീൽ എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അപ്ലോസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞ് കൈയടികളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കേൾക്കാനായിട്ട്. അപ്പോൾ ആരാണ് നമ്മുടെ സുന്ദർ പിച്ചായി എന്ന് നമ്മൾ നോക്കുക. നമുക്ക് ഓൾറെഡി ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ്. അതേപോലെ തന്നെ CEO ഓഫ് ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡിൻ്റെ ഒരു CEO ആയിട്ടുള്ള എന്താ പറയുക വ്യക്തിയാണ്. അതേപോലെ തന്നെ ഗൂഗിൾ ക്രോം വോയിസ്, ഗൂഗിൾ ഡ്രൈവ്, ജിമെയിലെ ഗൂഗിൾ മാപ്പ്, ഇതിൻ്റെയൊക്കെയും ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിനെ നിങ്ങൾ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, സുന്ദർ പിച്ചായി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്പീച്ചിനകത്ത് എന്താണ് പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആക്ച്വലി അവരുടെ ഗൂഗിൾ IOയുടെ മെയിനായിട്ടുള്ള ഒരുപാട് ഡെവലപ്പേഴ്സും വെൽവിഷേഴ്സും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് അദ്ദേഹം അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്പീച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനകത്ത് മെയിനായിട്ടും വരുന്നത് AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഹ്യൂമൻസിൻ്റെ ലൈഫിൽ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം എന്താ പറയുക നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന 3 മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ജിമെയിൽ, മാപ്സ്, ഗൂഗിൾ ഫോട്ടോസ് ആണ്. അതായത് ജിമെയിൽ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് 2-3 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, മാപ്സ് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, ഗൂഗിൾ ഫോട്ടോസ് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആ പോയിന്റ്സ് ആണ് നിങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടുള്ളൂ. പിന്നെ വരുന്നത് PaLM 2 മോഡലിനെ കുറിച്ചാണ്. അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന പോയിന്റ്സ്. അതായത് ആക്ച്വലി ഇതൊരു വലിയ ചാപ്റ്ററാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അതിനകത്ത് അത്ര ഒന്നും നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും വരുന്നില്ല. ഞാൻ പൊതുവെ എല്ലാ ചാപ്റ്ററും ലൈൻ ബൈ ലൈൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാറ്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ ഞാൻ ലൈൻ ബൈ ലൈൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ലെങ്തി ആയി പോകും, അതിനകത്ത് അത്രയും എല്ലാ ലൈൻസിലൊന്നും നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ഇല്ല. വേണ്ട പോയിന്റ്സ് മാത്രം പഠിച്ചാൽ പോരാ. അത് കറക്റ്റായിട്ട് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു വേണ്ട പോയിന്റ്സ് മാത്രം ഞാൻ എടുത്തു പറയുള്ളൂ. ചില ലൈൻസ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, അത് ഞാൻ വായിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വെൽക്കം ചെയ്യുന്നതാണ്. ഗുഡ് മോർണിംഗ് എവരി വൺ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വെൽക്കം ചെയ്യുന്നതാണ് എല്ലാവരെയും. ഇനിയും അതിലങ്ങനെ ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല, അതിൽ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കുക. ഞാനിത് സംഭവം പോയിന്റ്സ് ആണ് പറയുന്നതെന്നുള്ളെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ചാപ്റ്റർ ഫുള്ള് വായിച്ച് നോക്കണം കേട്ടോ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഫുള്ള് വായിച്ച് നോക്കണം. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അവർ 7 years ആയിട്ടുള്ള അവരുടെ ജേണിയാണ്. പിന്നെ AI ഫസ്റ്റ് കമ്പനിയാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. AI ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഗൂഗിൾ എന്നത് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. വി ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് AI ഈവൻ മോർ ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ, ഫോർ ബിസിനസ്സസ്, ഫോർ കമ്മ്യൂണിറ്റീസ്, ഫോർ എവരി വൺ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും AI വളരെ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി, സാധാരണ ആളുകൾക്കായിക്കോട്ടെ, ബിസിനസ്സിൻ്റെ ഫീൽഡിലായിക്കോട്ടെ, കമ്മ്യൂണിറ്റീസിലായിക്കോട്ടെ, അതിനൊക്കെയും അദ്ദേഹം ഒരുപാട് എന്താ പറയുക പ്ലാനുകൾ അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷമൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് അദ്ദേഹം പറയാൻ പോകുന്നത് ജിമെയിലിനെ കുറിച്ചാണ്, അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ജിമെയിൽ എന്നുള്ള. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ച രീതിയാണ് കേട്ടോ. അപ്പോൾ ജിമെയിലിനെ കുറിച്ചാണ് ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ്, സബ് പോയിൻ്റാണ് സ്മാർട്ട് റിപ്ലൈ എന്ന് പറയുന്നൊരു ഫീച്ചർ ജിമെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ട് റെസ്പോൺസുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് പെട്ടെന്ന് നമുക്കൊരു 1 ക്ലിക്കിൽ തന്നെ നമുക്കൊരു റെസ്പോൺസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാതെ തന്നെ ഒരു സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് റെസ്പോൺസുകൾ പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് കൊടുക്കുന്നതിനുള്ള ഫീച്ചറാണ് സ്മാർട്ട് റിപ്ലൈ എന്നത് ഓർത്ത് വയ്ക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്തിൽ ജിമെയിലിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് സ്മാർട്ട് കമ്പോസ് ആണ്. സ്മാർട്ട് കമ്പോസ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സജഷൻസ് ആസ് യു ടൈപ്പ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് സജഷൻസ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സജഷൻ നമുക്ക് ഇങ്ങോട്ട് വരും. ഈ ഒരു വേർഡാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് സജഷൻ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വേർഡ് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒത്തിരി പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ജിമെയിലിൻ്റെ അണ്ടറിൽ വരുന്നത് സ്മാർട്ട് റിപ്ലൈ ആണ്. സെക്കൻഡ് പോയിന്റ് സ്മാർട്ട് റെസ്പോൺസ് ആണ്. ഇനി തേർഡ് പോയിന്റ് ഞാൻ സൈഡിൽ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേർഡ് പോയിന്റ് വരുന്നത് ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ളൊരു ഫീച്ചറാണ്. വി ആർ ടേക്കിംഗ് ദ ഹെൽപ്പ് മീ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ജിമെയിൽ വിത്ത് ഹെൽപ്പ് മീ റൈറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ അതിനുശേഷം മൂന്നാമത് വരുന്ന ഒരു മെയിൻ ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണ് സംഭവം? ഇമെയിൽ ദാറ്റ് യു ഫ്ലൈറ്റ് വാസ്, അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്.
അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരികയാണ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി അവിടെ വേണ്ടത് ഫുൾ റീഫണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ റീഫണ്ട്, എനിക്ക് ഫുൾ പൈസ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളൊരു സംഭവം നമുക്ക് ടൈപ്പ് ചെയ്തൊരു ഇമെയിലിന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇമെയിലിന് റിപ്ലൈ ആയിട്ട് നമുക്ക് അങ്ങോട്ട് അയക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഒരു കോണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഐഡിയ ഉണ്ട് എന്ത് വേണമെന്നുള്ളത്. നമുക്ക് ഐഡിയ എന്താണ്, ആ ഒരു ഫുൾ റീഫണ്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഐഡിയ മാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ജസ്റ്റ് ഷോർട്ടായ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡ്രാഫ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഫുൾ നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ പോയിന്റ്സ് മെയിൻ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡ്രാഫ്റ്റ് ആയിട്ടുള്ള പുതിയൊരു റിപ്ലൈ ഇമെയിൽ നമുക്ക് അവിടെ എന്ത് സജസ്റ്റ് ചെയ്യും, ഹെൽപ്പ് മീ റൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സജഷൻ കിട്ടും. അത് നമുക്ക് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച് അത് തന്നെയായിരിക്കും അതിനകത്ത് വന്നിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ആണ് നമ്മുടെ ഹെൽപ്പ് മീ റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിമെയിലിൻ്റെ അണ്ടറിൽ വരുന്ന സ്മാർട്ട് റിപ്ലൈ, സ്മാർട്ട് കമ്പോസ്, ഹെൽപ്പ് മീ റൈറ്റ്, ഈ 3 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി രണ്ടാമതായിട്ട് വരുന്നത് മാപ്സ് ആണ്, ഗൂഗിൾ മാപ്സ് ആണ്. നമുക്കറിയാത്ത കാര്യം അത് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിൽ വരുന്ന മെയിൻ 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രീറ്റ് വ്യൂ ആണ്, 2 ഇമ്മേഴ്സീവ് വ്യൂ ആണ്. അപ്പോൾ എന്താണ് സ്ട്രീറ്റ് വ്യൂ? സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെനോറമിക് ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, സ്ഥലത്തിൻ്റെ പെനോറമിക് ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഫീച്ചറാണ് സ്ട്രീറ്റ് വ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ മേ ബി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. പിന്നെ വരുന്നത് ഇമ്മേഴ്സീവ് വ്യൂ ആണ്. ഇമ്മേഴ്സീവ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലേസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഗൂഗിൾ മാപ്സ് പ്രൊവൈഡ്സ് 20 ബില്യൺ കിലോമീറ്റേഴ്സ് എവറി ഡേ. എല്ലാ ദിവസവും 20 ബില്യൺ കിലോമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഗൂഗിൾ മാപ്സിനുണ്ട്. അപ്പോൾ ഇതിനും അദ്ദേഹം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈക്ക് റൈഡ് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് റൈഡ് പോകേണ്ട ആ സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്ന് ഫീൽ ചെയ്യണം, എന്താണ് അവിടെ ഉള്ളതെന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമ്മേഴ്സീവ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ആ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും, അവിടെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ എയർ ക്വാളിറ്റി അറിയാൻ പറ്റും, അതേപോലെ തന്നെ ട്രാഫിക് ചെക്ക് ചെയ്യാൻ പറ്റും, വെതർ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ മെയിൻ ഹെഡിങ് എന്തായിരുന്നു, നമ്മുടെ ഗൂഗിൾ മാപ്സ് ആയിരുന്നു. അതിൽ വരുന്ന 2 സൈഡ് ഹെഡിങ്സ് എന്തൊക്കെയാണ്, സ്ട്രീറ്റ് വ്യൂവും അതേപോലെ തന്നെ ഇമ്മേഴ്സീവ് വ്യൂ. അപ്പോൾ ആ ഒരു പേജിന് അത്ര പറയുന്നുള്ളൂ, ഇത്രയും സംഭവങ്ങൾ നമ്മൾ അതിനകത്ത് അറിയേണ്ടതായിട്ടുള്ളൂ. ഇനി വരുന്നത് നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ്, അതെന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗൂഗിൾ ഫോട്ടോസ് ആണ്. അതും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഗൂഗിൾ ഫോട്ടോസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, ഇമേജസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പറയുന്നത്. ഇമേജസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഓപ്ഷൻസ്, സബ് ഹെഡിങ്ങുകൾ ഇവിടെ വരുന്നത് മാജിക് റേസറും അതേപോലെ മാജിക് എഡിറ്ററും ആണ്. അപ്പോൾ അതിനും എക്സാമ്പിൾസ് 1-2 പറയുന്നുണ്ട്, ഒരെണ്ണം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഒന്ന് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു വാട്ടർഫോളിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാഗ് ഇട്ടിട്ടാണ് നിൽക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡർ കിടക്കുന്ന ബാഗിൻ്റെ സ്ട്രാപ്പ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു എന്താ പറയുക എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മേ ബി മുകളിൽ കുറച്ച് ക്ലൗഡ്സ് കാണുന്നുണ്ട്, അതിനെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എക്സാമ്പിൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കാര്യം, ഒരു കുട്ടിയുടെ കാര്യമൊക്കെ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള നല്ല ഓപ്ഷൻസ് എവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, ഗൂഗിൾ ഫോട്ടോസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റിവൈസ് ചെയ്ത് പറയുന്നത് ജിമെയിലിൽ വരുന്നത് 3 സബ് ഹെഡിങ്ങുകളാണ്. സ്മാർട്ട് കമ്പോസ് വരുന്നുണ്ട്, സ്മാർട്ട് റിപ്ലൈ വരുന്നുണ്ട്, ഹെൽപ്പ് മീ റൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഗൂഗിൾ മാപ്സ് ആണ്. അതിനകത്ത് വരുന്നത് ഇമ്മേഴ്സീവ് വ്യൂ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്ട്രീറ്റ് വ്യൂ വരുന്നുണ്ട്. പിന്നെ തേർഡ് വൺ വരുന്നത് ഗൂഗിൾ ഫോട്ടോസ് ആണ്. അതിൽ എഡിറ്റിംഗ് ഓപ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്, മാജിക് റേസറും അതേപോലെ തന്നെ മാജിക് എഡിറ്ററും. ഇത്രയാണ് അതിനകത്ത് അത്രയും ഭാഗത്ത് വരുന്നുള്ളൂ. പിന്നെ വരുന്നത് from Gmail and photos to maps, these are just a few examples of how AI can help you in moments that matter, and there is so much more we can do to deliver the full potential of AI across the products you know and love. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ജിമെയിലും ഫോട്ടോസും മാപ്സും അതിൻ്റെ ഫീച്ചേഴ്സും എന്നൊക്കെ പറഞ്ഞ് എഐയുടെ വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇതല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ AI ചെയ്യുന്നുണ്ട്, ഇതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് looking ahead, making AI helpful for everyone is the most profound way we will advance our mission, and we are doing this in our important ways. അപ്പോൾ
4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു AI-നെ അല്ലെങ്കിൽ അവരുടെ ഒരു മിഷൻ, അവരുടെ ഒരു എയിം അവർ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ബൈ ഇംപ്രൂവിങ് യുവർ നോളജ് ആൻഡ് ലേണിംഗ് ആൻഡ് ഡീപ്പനിങ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ്. എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അത് യൂസ് ചെയ്യുന്ന ആളുകളുടെ നോളജ് ഇൻക്രീസ് ചെയ്യിക്കുക, അതേപോലെ തന്നെ അവർക്ക് ലോകത്തിനെ കുറിച്ചുള്ള ഒരു അറിവിൻ്റെ വ്യാപ്തി ഒന്നുകൂടെ കൂട്ടുക. രണ്ടാമത് ചെയ്യുന്ന കാര്യം, ബൈ ബൂസ്റ്റിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾ എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കണം? നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ കൂടുന്നത്, അതുപോലെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടെ കൂടാണ്. സോ യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. അപ്പം നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങളാണ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ബൈ എനേബിളിംഗ് ഡെവലപ്പേഴ്സ് ആൻഡ് ബിസിനസ്സസ് ടു ബിൽഡ് ദെയർ ഓൺ ട്രാൻസ്ഫോർമേറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ആൻഡ് ഫൈനലി, ബൈ ബിൽഡിംഗ് ആൻഡ് deploying AI responsibly so that everyone can benefit equally. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഫീൽഡ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതിൻ്റെ സർവീസസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അങ്ങനെ അവരുടെ ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതൊന്നും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ എല്ലാ മേഖലകളിലും 3-4 തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ AI യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പല തരത്തിലുള്ള ബിസിനസ് ഫീൽഡ് ആയിക്കോട്ടെ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, അതൊക്കെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ AI എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത്, ലാസ്റ്റ് ഇയർ യു ഹേർഡ് അസ് ടോക്ക് അബൌട്ട് പാം. ഇപ്പോൾ ലാസ്റ്റ് ഇയർ അവരുടെ ആ ഒരു സ്പീച്ചിനകത്ത് പാമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പാം എന്ന് പറയുന്നത് പാത്വേസ് ലാംഗ്വേജ് മോഡലാണ്. അതൊരു AI ലാംഗ്വേജ് മോഡലാണ്. അത് ലാംഗ്വേജ് പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ കോഡിങ്ങിന്, അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു AI ലാംഗ്വേജ് മോഡലാണ് ഈ പാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന സ്പീച്ചിൽ അദ്ദേഹം പറയുകയാണ്, ഓൾറെഡി നമ്മൾ പാമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം ടുഡേ വി ആർ റെഡി ടു അനൗൺസ് അവർ ലേറ്റസ്റ്റ് പാം മോഡൽ ഇൻ പ്രൊഡക്ഷൻ, പാം 2. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാം 2വിനെ കുറിച്ചാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ അവർ AI ലാംഗ്വേജ് മോഡലാണ്. പാം 2 എന്നാണ് അദ്ദേഹം ആ ഒരു സമയത്ത് പറയുന്നത്. അപ്പോൾ പാം 2വിൽ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. പാം 2 മോഡൽസ് ആർ സ്ട്രോങ്ങർ ഇൻ ലോജിക് ആൻഡ് റീസണിങ്. കുറച്ചും കൂടെ പാമിൻ്റെ ഒന്നും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് പാം 2. അതിനകത്ത് എന്തുണ്ട്? ലോജിക്കും റീസണിങ്ങും ഒക്കെ വരുന്നുണ്ട്. താങ്ക്സ് ടു ബ്രോഡ് ട്രെയിനിങ് ഓൺ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ ടോപ്പിക്സ്, ഇറ്റ് ഈസ് ഓൾസോ ട്രെയിൻഡ് ഓൺ മൾട്ടി ലിംഗ്വൽ ടെക്സ്റ്റ് സ്പാനിങ് ഓവർ 100 ലാംഗ്വേജസ്. 100 ഭാഷകളിൽ വരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മൾട്ടി ലിംഗ്വൽ ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ അതിനകത്ത് പാം 2വിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പാം 2 ക്യാൻ ഓൾസോ ഹെൽപ്പ് ഡെവലപ്പേഴ്സ് കൊളാബറേറ്റിംഗ് അറൗണ്ട് ദി വേൾഡ്. അപ്പോൾ ഒരുപാട് ലോകത്തുടനീളമുള്ള കൊളാബറേറ്റേഴ്സിനെ ഒക്കെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെയൊക്കെയും ഡെവലപ്പേഴ്സിനൊക്കെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പാം 2വിനകത്ത് ഉണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണ്. അതായത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു കൊളീഗുമായിട്ട്, നമ്മൾ സിയോളിലുള്ള ഒരു കൊളീഗ്, അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കൊറിയൻ ആണ്. അപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മുടെ സഹപ്രവർത്തകനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ നമുക്കൊരു ഡീബഗ്ഗിങ് കോഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ നമുക്ക് ആ ഒരു കൊറിയൻ ലാംഗ്വേജിലുള്ള കോഡാണ് അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള. പക്ഷെ നമുക്ക് എന്തറിയില്ല? കൊറിയൻ ലാംഗ്വേജ് അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ലാംഗ്വേജുകൾ അല്ലെങ്കിൽ പാം 2 പോലത്തെ കാര്യങ്ങൾ പാം 2 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ നമുക്ക് അറിയാത്ത ഭാഷയായിരുന്നാൽ പോലും ആ ഭാഷയിലുള്ള കമൻറ്റ്സ് അല്ലെങ്കിൽ അത് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊറിയൻ കമൻ്റാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് കൊറിയൻ ലാംഗ്വേജ് അറിയില്ല. അവിടെ നമുക്ക് പാം 2വിൻ്റെ ഹെൽപ്പ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ആ ഒരു കൊളീഗായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. ഇനി പറയുന്നത്, വി റീസെൻ്റ്ലി റിലീസ് സെക് പാം. വേറൊരു ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. സെക് പാമിനെ കുറിച്ചാണ് പറയുന്നത്. എ വേർഷൻ ഓഫ് പാം, പാമിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. ടു ഫൈൻ ട്യൂൺ ഫോർ സെക്യൂരിറ്റി യൂസ് കേസസ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് ഈ പറയുന്ന സെക് പാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം. ഇറ്റ് യൂസസ് AI ടു ബെറ്റർ ഡിറ്റക്ട് മലീഷ്യസ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ക്യാൻ ഹെൽപ്പ് സെക്യൂരിറ്റി എക്സ്പേർട്സ് അണ്ടർസ്റ്റാൻഡ് റിസോൾവ് ത്രെറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ മലീഷ്യസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെക്യൂരിറ്റി എക്സ്പേർട്സിനൊക്കെ ആ ഒരു പ്രശ്നം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് സെക് പാം എന്നുള്ള ഓർക്കുക. ഇനി വരുന്നത് അനദർ എക്സാമ്പിൾ ഇസ് മെഡ് പാം 2. മെഡ് പാം 2 ആ ടേംസ് അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ ഓർത്ത് വെക്കണം. ലാംഗ്വേജസിൻ്റെ പേര് മെഡ് പാം 2. ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് ഫൈൻ ട്യൂൺഡ് ഓൺ മെഡിക്കൽ നോളജ്. ആ പേര് തന്നെ ഉണ്ട്, മെഡ് സെക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉണ്ട്. മെഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ യൂസിനുള്ളതാണ്, സെക് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ആണ്.
We are also working to add capabilities to MedPalm 2 so that it can synthesize information for medical imaging like plain films and mammograms. അപ്പോൾ MedPalm 2 കൂടുതൽ ഫീച്ചേഴ്സ് എക്സ്റേയുടെ അതേപോലെ തന്നെ എന്താ പറയുക മെഡിക്കൽ ഇമേജസ് കൊണ്ടുവരാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. PALM 2 is the latest step in our decade-long journey to bring AI in responsible ways to billions of people. It builds on progress made by two world-class teams, the Brain Team and DeepMind. അപ്പോൾ PALM 2ന്റെ ബിഹൈൻഡിൽ വരുന്ന 2 ടീമുകളായിട്ട് പറയുന്നതാണ്. അവരുടെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2 ടീമുകളാണ് ബ്രെയിൻ ടീമും അതേപോലെ തന്നെ ഡീപ്പ് മൈൻഡും. അതായത് AI റിസർച്ച് ടീമുകളാണ് കേട്ടോ ഈ ബ്രെയിൻ ടീമും ഡീപ്പ് മൈൻഡ്. അവരുടെ ഒക്കെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ PALM 2 വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വി റീസെൻ്റ്ലി ബ്രോട്ട് ദീസ് 2 ടീംസ് ടുഗെദർ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ ഈ അടുത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 2 ടീമിനെയും കൂടെ ചേർത്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗൂഗിൾ ഡീപ്പ് മൈൻഡ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള ബ്രെയിൻ ടീമും ഡീപ്പ് മൈൻഡും കൂടെ ചേർന്ന് ഗൂഗിളിൻ്റെ കൂടെ ചേർന്നിട്ട് ഗൂഗിൾ ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്ന പുതിയൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു AI ലാംഗ്വേജിൽ അല്ലെങ്കിൽ റിസർച്ച് ടീമായിട്ട് പുതിയൊരു സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യൂസിങ് ദ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ് ഓഫ് ഗൂഗിൾ ദേ ഹാവ് ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് മോർ കാപ്പബിൾ സിസ്റ്റം സേഫ്ലി ആൻഡ് റെസ്പോൺസിബിളി. ദിസ് ഇൻക്ലൂഡ്സ് അവർ നെക്സ്റ്റ് ജനറേഷൻ ഫൗണ്ടേഷൻ മോഡൽ ജെമിനി. അപ്പം നെക്സ്റ്റ് ജനറേഷൻ ഫൗണ്ടേഷൻ മോഡലായിട്ടുള്ള ജെമിനിയിൽ വരെ ഇവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു ടീം വർക്കാണ് അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. വിച്ച് ഇസ് സ്റ്റിൽ ഇൻ ട്രെയിനിങ്. അതിപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെമിനി വാസ് ക്രിയേറ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ് ടു ദ മൾട്ടി മോഡൽ highly efficient tool in API integrators and built to enable future innovations like memory and planning. മെമ്മറിയിലെ പ്ലാനിങ്ങിലൊക്കെ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനുള്ള പുതിയ AI മോഡലാണ് ജെമിനി എന്നുള്ളത്. ഓൾറെഡി അപ്പോൾ അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അവർ ഓൾറെഡി അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. As we invest in more advanced models, we are also deeply investing in AI responsibility. അപ്പോൾ പുതിയ മോഡൽസിന് മാത്രമല്ല AI റെസ്പോൺസിബിലിറ്റിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. This includes having the tools to identify synthetically generated content wherever you encounter it. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം AI യൂസ് ചെയ്ത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അതേസമയം തന്നെ നെഗറ്റീവ്സും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള AI ഇമേജസിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടൂളുകളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2 ഇമ്പോർട്ടൻറ്റ് അപ്രോച്ചസ് ആർ വാട്ടർ മാർക്കിംഗ് ആൻഡ് മെറ്റാഡാറ്റ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത്തരത്തിൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കൊരു AI യൂസ് ചെയ്തിട്ടുള്ള സംഭവം കിട്ടുകയാണ്, ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള സാധനം കിട്ടണം. പക്ഷേ നമുക്ക് തോന്നാൻ അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ. അത് ഒറിജിനൽ ആണോ അത് AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തതാണോ എന്ന് അറിയാനുള്ള 2 മാർഗ്ഗങ്ങളാണ് വാട്ടർ മാർക്കിംഗ് ആൻഡ് മെറ്റാഡാറ്റ. വാട്ടർ മാർക്കൊക്കെ നമുക്ക് അറിയാലോ. വാട്ടർ മാർക്കിംഗ് എംബെഡ്സ് ഇൻഫോർമേഷൻ ഡയറക്ട്ലി ഇൻ ടു കോണ്ടന്റ് ഇൻ വേസ് ദാറ്റ് ആർ മെയിൻറ്റെയിൻഡ് ഈവൻ ത്രൂ മോഡസ്റ്റ് ഇമേജ് എഡിറ്റിംഗ്. അപ്പോൾ ആ ഒരു വാട്ടർ മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ ഒരു ഭാഗത്ത് ഒരു വാട്ടർ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് AI വഴി ജനറേറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. Moving forward, we are building our models to include watermarking and other techniques from the start. If you look at a synthetic image, it's impressive how real it looks. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള പിക്ചർ ആണെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇംപ്രസീവായി തോന്നും, വളരെ റിയൽ ആയിട്ട് തോന്നും. സോ യു ക്യാൻ ഇമാജിൻ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാട്ടർ മാർക്കിങ്ങും മെറ്റാഡാറ്റയും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റാഡാറ്റ അലൗസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ടു അസോസിയേറ്റ് അഡീഷണൽ കോണ്ടെക്സ്റ്റ് വിത്ത് ഒറിജിനൽ ഫയൽസ്, ഗിവിംഗ് യു മോർ ഇൻഫോർമേഷൻ വെനെവർ യു എൻകൗണ്ടർ ആൻ ഇമേജ്. അപ്പോൾ മെറ്റാഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇമേജിൻ്റെ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡാറ്റ അപ്പുറത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാണുന്ന ആൾക്ക് കിട്ടും ഇതാണ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊരിക്കലും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വി വിൽ എൻഷുർ എവറി വൺ ഫോർ അവർ AI ജനറേറ്റഡ് ഇമേജസ് ഹാസ് ദാറ്റ് മെറ്റാഡാറ്റ. ഇപ്പോൾ പറയണ എല്ലാവർക്കും അവർ AI ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ മെറ്റാഡാറ്റയും അതേപോലെ വാട്ടർ മാർക്കിങ്ങും ഉണ്ട് എന്നുള്ളത് അവർ കൺഫേം ചെയ്യാറുണ്ട്. ആസ് മോഡൽസ് ഗെറ്റ് ബെറ്റർ ആൻഡ് മോർ capable, one of the most exciting opportunities is making them available for people to engage with directly. That is opportunity we have at BARD, our experiment for conversational AIC. അപ്പോൾ കോൺവെർസേഷണൽ AIയിൽ യൂസ് ചെയ്യുന്ന പുതിയ എക്സ്പെരിമെൻ്റ് ആണ് BARD എന്നുള്ള ആ ഒരു ടേമും ഓർത്ത് വയ്ക്കുക. വി ആർ റാപ്പിഡ്ലി ഇവോൾവിംഗ് BARD. It now supports a wide range of programming capabilities and it has gotten much smarter at reasoning and math problems and so
ആസ് ഓഫ് ടുഡേ ഇറ്റ് ഈസ് നൗ ഫുള്ളി റണ്ണിങ് ഓൺ പാം 2. ഇപ്പോൾ പാം 2ൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബാർഡ്. അപ്പോൾ അത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെ നമുക്കൊരു കോൺവെർസേഷൻ നടത്തുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് ബാർഡ് എന്നുള്ള പേരിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ആ മെയിൻ ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണം, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് തന്നെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അല്ലാതെ ഇത് ഒത്തിരിയൊന്നും ആ ഒരു ലെങ്ത് അനുസരിച്ച് ഒരുപാടൊന്നും ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത്രയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. താങ്ക് യു.